ഹായ്, ശ്രീതുവിൻ്റെ അമ്മ വന്ന എപ്പിസോഡ് സൂപ്പറായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പേരൻ്റ് എങ്ങനെയായിരിക്കണം, അവർ കൃത്യമായി അവരുടെ മകൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ എടുത്തു കാണിച്ചു. കാരണം പൊതുജനം പലവിധമാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമല്ല ബിഗ് ബോസിലേക്ക് പോകുന്നത്. ഈ ഒരു സൈഡ് ഇതിൽ ഒരു ഈ പേളിക്കൊക്കെ വന്നതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ, അങ്ങനെ ഒരു ചായ്വ് തോന്നിയാൽ അതുപോലും ശരിയല്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം ആകെ ഒരു 90 ദിവസത്തെ പരിചയം കൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ മനസ്സിലാകും? പ്രത്യേകിച്ചും അയാളുടെ എല്ലാ നെഗറ്റീവ് വശങ്ങളും അയാൾ മറച്ചു വെച്ച് പോസിറ്റീവ് വശങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു ഷോയാണ് ഈ പറയുന്ന ബിഗ് ബോസ്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഒരാളെ നിങ്ങൾക്ക് ഇങ്ങനെ ലൈഫ് പാർട്ട്ണറായി ചൂസ് ചെയ്യാൻ പറ്റും, പുറത്തുള്ള ഒന്നും അറിയാതെ അയാളുടെ വായിൽ നിന്ന് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്നതിനപ്പുറം. ഇപ്പോൾ പലരുടെയും ഒരു ലൈഫ് ഹിസ്റ്ററി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പലതും വിഴുങ്ങിയിട്ടല്ലേ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പഠിച്ച ആളാണെന്നൊക്കെ പറയുന്നുണ്ട് സായിയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ സായിയുടെ ഇത്രയും നാളത്തുള്ള ജീവിത വഴികളിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അയാൾ കാണിച്ചായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു ലൈവ് പ്രോഗ്രാം അയാളെ കൊണ്ട് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റൂ? അയാൾ ഷോർട്ട് ടെമ്പറാണ്, വളരെ വൾഗറായി തെറി വിളിക്കുന്നവനാണ്. എത്ര പേർക്ക് അറിയാതെ? അപ്പം ഇൻഡെപ്തിൽ അയാളെ മനസ്സിലാക്കണമെങ്കിൽ അയാൾക്കൊപ്പം ജീവിക്കണം, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടൊക്കെ നല്ല സംവാദങ്ങൾ വേണം. നമ്മൾ ലൈഫ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിന് മാനദണ്ഡമാണ്. ഇതൊന്നും ആലോചിക്കാതെ എടുത്തോ പിടിച്ചോ എന്നൊരു ജീവിതത്തിലേക്ക് ചാടിപ്പോകുന്ന തെറ്റായ ഒരു തീരുമാനം തന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ ശ്രീതുവിൻ്റെ അമ്മ കൃത്യമായി പറഞ്ഞപ്പോൾ അവരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി അവരെ ഉപദേശിച്ച് മോളെ ഡീമോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങൾ മോളെ ഇവിടെ കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു വ്യഭിചാര പ്രവർത്തിക്കാണെന്ന് പറയുന്ന ഈ ബിഗ് ബോസ് ഷോ അധികൃതർ ആരാണോ അതിൻ്റെ സംഘാടകർ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു രീതിയിലുള്ള മനസാക്ഷിയുമില്ല അല്ലേ? ഇതിലും ഭേദം TRP കൂട്ടാൻ നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കൊണ്ടുവന്ന എന്തിനാണെന്നൊക്കെ മനസ്സിലായി. കൊണ്ടുവന്ന പെൺപിള്ളേരുടെ അടുത്ത് തുണിയില്ലാതെ നിൽക്കാൻ പറ. നിങ്ങൾ പറയണ എന്തും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളാണ് അത്. ലൈഫ് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ചാൻസുകൾ കിട്ടും, വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് പലതും സാക്രിഫൈസ് ചെയ്ത് അതിനകത്ത് നിൽക്കുന്ന കുട്ടികളെ ഓർക്കുമ്പോൾ സത്യം എന്ന വിഷമമാണ് തോന്നുന്നത്. പുറത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയുന്നുണ്ടോ? വല്ല ബോധവുമുണ്ടോ? ജാസ്മിൻ പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടോ എന്ന് വെച്ചാൽ യെസ് ഓഫ് കോഴ്സ്, അവളുടെ ചില പ്രവർത്തികൾ എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കപ്പെട്ടത് ബിഗ് ബോസിൽ വന്ന ശേഷമാണ്. ഒരുപക്ഷെ ഞാൻ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 23 വയസ്സുകാരിയ ഒരു പെൺകുട്ടി അതിനെ ഒരുപാട് ഉപദ്രവിക്കേണ്ടെന്ന് വെച്ച് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ എന്തോ സംഭവമാണെന്ന് തോന്നി ഓടി കയറിയ സ്ഥലത്ത് ഞാൻ പറഞ്ഞതിനേക്കാൾ വൾഗറായി ഒരുപാട് പേര് കൃത്യം എവിഡൻസോട് കൊണ്ടുവന്ന് പുറത്തു വെച്ചപ്പോൾ തീർന്നില്ലേ? ഒന്നും പറയാനില്ല. ആ പെൺകുട്ടിയുടെ ജീവിതം ചകപോക. വേറെ ആരുണ്ട്? ഇനി ശ്രീതുവിൻ്റെയും കൂടെ ഡീമോട്ടിവേറ്റ് ചെയ്യരുതെന്ന് അമ്മയെ വിളിച്ച് ഉപദേശം കൊടുക്കാൻ ഏതെങ്കിലും അമ്മമാരങ്ങനെ ചെയ്യുമോ? ഡീമോട്ടിവേറ്റ് ചെയ്യുമോ? അവരവരുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ വരുന്നിടം വരെ അവർ റിപ്പീറ്റഡ്ലി പറഞ്ഞു ഉറങ്ങണം, നീ ഉറങ്ങണം, എനിക്ക് എന്നാലേ ഉറങ്ങാൻ പറ്റൂ. അതായത് ബിഗ് ബോസ് പറയാതെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയം, കാമം, ലക്സ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കാണാൻ കുറേ പേരുണ്ടാവും. പാതിരാത്രി ഇടുന്ന ഷോ കാണാൻ ആളുണ്ടാവത്തില്ല. പകൽ അധികം കുടുംബ പ്രേക്ഷകർ കാണും. പാതിരാത്രി ആകുമ്പോൾ അതിനകത്ത് ആരുമില്ല, എല്ലാവരും ഉറങ്ങി കിടക്കുന്ന കാണുന്ന ആരാ കാണുന്നത്? പക്ഷേ ഇതുപോലത്തെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. രാത്രി വെളുക്കുന്നവരെയൊക്കെ ഇരുന്ന് ഇതുപോലെയൊക്കെ കുത്തിക്കൊണ്ട് കാമക്കളികൾ കാണിച്ചാൽ അതിനും ആളുണ്ടാവും. അപ്പോൾ ആ വ്യൂവും കൂടെ കിട്ടുമല്ലോ. അതല്ലേ ഉദ്ദേശം? ഇത്രയധികം മനുഷ്യത്വരഹിതമായ ഒരു ഷോ വേറെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. മറ്റു ബിഗ് ബോസുകളിലെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ബിഗ് ബോസ് സീരിയസ്ലി പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഷോയാണെന്ന് ഞാൻ പറയും. അഭിപ്രായം പലരും ഒക്കെ എഴുതിയിടുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതേ സാധനം തന്നെയല്ലേ ജാസ്മിന് വേണ്ടിയിട്ട് അതായത് ഫേവർ ചെയ്തതെന്ന്. അതായത് ജാസ്മിൻ്റെ പേരൻസ് ഫോൺ വിളിച്ചപ്പോൾ സംസാരിക്കുന്നത് നമ്മളെ കാണിക്കാതെ അത് അവർക്കൊക്കെ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിന് വേണ്ടി സംസാരിക്കുന്നവരുണ്ട്. ജാസ്മിന് വേണ്ടിയിട്ട് എന്തോ ബിഗ് ബോസ് എന്തോ പ്ലസ് പോയിന്റ് കാണിച്ചെന്നോ അല്ലെങ്കിൽ ഫേവറിസം കാണിച്ചു എന്നൊക്കെ. വാസ്തവത്തിൽ ജാസ്മിന് വേണ്ടി ഫേവറിസം കാണിച്ചു എന്നുള്ളത് സത്യമാണ്, നല്ല കാര്യമാണ്. അത് ആ പെൺകുട്ടിക്ക് തിരിച്ചറിവ് കഴിയാതെ പോയത് അവളുടെ കുറ്റമാണ്. പക്ഷേ ശ്രീതുവിൻ്റെ കേസിൽ വന്നപ്പോൾ എന്താ ഇങ്ങനെ തിരിച്ചു പറഞ്ഞത്? അതായത് ജാസ്മിൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇൻഫർമേഷൻ തന്നില്ല എന്ന ചോദ്യം വരാതിരിക്കാൻ ജാസ്മിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോൺ വിളിയും ആ ഡ്രാമയും കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ അത് അഫ്സൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അവളുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ഷൻസാണ് അതിനകത്ത് നടക്കണമെന്ന് മനസ്സിലാക്കി അപ്പനെ കൊണ്ട് സംസാരിപ്പിച്ചതായിരിക്കാം. അതായിരിക്കും നമ്മളെ കേൾപ്പിക്കാതിരുന്നിട്ടുണ്ടാവുക. എന്ത് തന്നെ ആയാലും ആ പെൺകുട്ടിയെ നശിപ്പിക്കാൻ അത് ഉപകരിച്ചു എന്നതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഈ പെൺകുച്ചിനെയും കൂടെ കൊല്ലണോ അവന്മാർക്ക്?
ശ്രീതുവൊക്കെ എത്രയോ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുന്നതാണ്. സിബിനൊരു ഉമ്മ വെച്ചതിന് വരെ അവൾ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അതായത് സിബിൻ സ്വന്തം കൈയാണ് ഉമ്മ വെച്ചത്, അവളുടേതുമല്ല. എന്നിട്ടും എതിർത്ത ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ കൊണ്ട് വിലക്കുന്നത് സ്റ്റോപ്പ് ചെയ്യിച്ച ആ മകളെ കൊണ്ട് തന്നെ അമ്മയോട് എനിക്കിവിടെ സുഹൃത്തുക്കൾ ഉണ്ടാകാൻ പാടില്ല അമ്മ എന്ന് ചോദിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. കൃത്യമായി പൊതുജനത്തിന് മനസ്സിലായി അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല, അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നൊരു ബന്ധമാണ്. ശ്രീതുവിന് തീർച്ചയായിട്ടും തമിഴ് ആൾക്കാരുടെ വോട്ടുണ്ടാവും, കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുകയും അവൾക്ക് കുറച്ച് അക്സെപ്റ്റൻസും ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവളെ ഒട്ടി, ഗബ്രി ജാസ്മിനെ ഒട്ടിയതുപോലെ അർജുൻ ഒട്ടിയതാണ്. അല്ലാതെ അവർ തമ്മിൽ പ്രണയവുമില്ല, ആ സ്ട്രാറ്റജി അവിടെ വർക്കൗട്ടും ആവത്തില്ല. അതിന് മാത്രമുള്ള ക്വാളിറ്റി ഒന്നും അർജുനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശ്രീതുവിന് വേണ്ടിയിട്ടായിരിക്കും പലരും അർജുന് വോട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവുക. അതിനപ്പുറം അങ്ങനെ ഒരു കോംബോ അവിടെയില്ല. നിങ്ങൾക്ക് എന്താണ് ഈ ലവ് കോംബോ സെറ്റ് ചെയ്യാൻ എത്ര താല്പര്യം? രണ്ട് വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഒരു ജീവിതം തിരഞ്ഞെടുക്കുന്നതിനെ വിവാഹ ജീവിതം എന്ന് പറയും. ആരെ കൂടെ ചേർത്ത് വയ്ക്കണം, ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. പാവം കുട്ടികൾ. ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് എവിക്റ്റായി പുറത്തേക്ക് പോയിട്ടില്ല വെച്ചാൽ ഇവന്മാർ പല കോപ്രായം ആ കൊച്ചിനെ കൊണ്ടുകൂടെ കാണിക്കും. അതിനകത്തുള്ള ഓരോ അമ്മമാരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മക്കൾ ട്രാപ്പഡാണ്. അതിനപ്പുറം ഇതിനകത്ത് എനിക്കൊന്നും തോന്നുന്നില്ല. വളരെ വൾഗറായ ഒരു ഷോ. ഇത്തവണ സീസൺ 6 ഇത്രയും വൾഗറാകാനുള്ള കാരണം കാമപ്രാന്തന്മാരായ കുറേ പേരാണ് അതിൻ്റെ സംഘാടകരെന്ന് പക്ക മനസ്സിലാവുന്നുണ്ട്. അത് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എവിഡൻസ് വെച്ച് മൂപ്പൻസ് അതിരുന്ന് പറയുന്നുമുണ്ട്. ഇപ്പോൾ മൂപ്പൻസ് വ്ലോഗ് എല്ലാവരും പോയി കാണുക. കൃത്യമായി പുള്ളി തെളിവ് ഉൾപ്പെടെ ആളുകളുടെ പേരുൾപ്പെടെയാണ് പറയുന്നത്. ഈ മുല്ലപ്പൂവിൻ്റെ പേര് പോലും പുള്ളി ഉച്ചരിക്കുന്നില്ല. അതിൻ്റെ റീസൺ ഒരു പക്ഷേ അത്രമേൽ ഭീകരമായിരിക്കും പുള്ളിക്ക് കിട്ടിയ സ്ട്രൈക്കൊക്കെ. എനിവേ, സ്ട്രൈക്ക് തരികയും ചാനൽ പൂട്ടിക്കുകയും ചെയ്യുന്ന ഒരു രീതി ജാസ്മിന് ഉള്ളത് തന്നെയാണ്. അപ്പം ജാസ്മിൻ്റെ PR വർക്കുകൾ അത് തന്നെ ചെയ്യുമായിരിക്കും. എന്തു തന്നെയായാലും നമ്മളുടെ ശബ്ദങ്ങൾ നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഈ പേക്കൂത്തുകൾ പൊതുജനം തിരിച്ചറിയാൻ നമ്മളൊക്കെ ശബ്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. വാസ്തവത്തിൽ പൊതുജനമാണ് ഇതിന് മറുപടി കൊടുക്കേണ്ടത്, ഞങ്ങളല്ല പറയേണ്ടത്. നമ്മളുടെ ശബ്ദം അത്രത്തോളം പ്രശ്നമാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു ഷോയാണ്. ഓൾറെഡി ഫിക്സ് ചെയ്ത ഒരു വിജയി അതിനകത്തുണ്ട്. ഇനിയുള്ളവരെ വളരെ മോശമായി ചിത്രീകരിക്കാനാണ് അതിനകത്ത് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടിയെ നന്നാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ മോശമാക്കുന്ന ഒരു വൃത്തികെട്ട സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം അതിൻ്റെ വ്യൂ ഒക്കെ കുറഞ്ഞു, ഏകദേശം TRP ഒക്കെ വളരെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവരിനി അതിനെ എങ്ങനെയും പൊക്കിക്കൊണ്ടുവരാൻ, നോറയ്ക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബന്ധം ഉണ്ടാക്കി കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. ആരും കളിക്കുന്നില്ല, ആർക്കും സംസാരമില്ല എന്ന് പറയുന്നത് ആരും അവിടെ ആരുമായി നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവരൊക്കെ കളിപ്പാവകളാണ്. മറ്റുള്ളവർ ഉപദേശിക്കുന്നു, അതിനനുസരിച്ച് അവർ ആട്ടം കാണിക്കുന്നു. അതിനപ്പുറം ആർക്കും ഒന്നും ചെയ്യാനില്ല. കാരണം അവിടെ ഒരു വ്യക്തിഗത മത്സരമോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ഈ പേഴ്സണാലിറ്റി ഒന്നുമല്ല. ആരുടെയും പേഴ്സണാലിറ്റി പുറത്തേക്ക് കാണിക്കുന്നില്ല. എല്ലാവരും അവിടെ കൊടുത്ത സ്ക്രിപ്റ്റിനനുസരിച്ച് ആടുകയാണ്. എവറിത്തിങ് സ്ക്രിപ്റ്റഡ് ആണ്, എഡിറ്റഡ് അല്ല, സ്ക്രിപ്റ്റഡ്. എഡിറ്റഡുമാണ്, പക്ഷേ മോസ്റ്റ്ലി സ്ക്രിപ്റ്റഡ്. ഹാഫിസ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നുണ്ട് മൂപ്പൻസ്. ഇത് കണ്ണനും ഒക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഹാഫിസിൻ്റെ കാര്യം പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല. പക്ഷേ ഷോ ഡയറക്ടർ ഇമാതിരി ഒരു കൂറയാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അതുകൊണ്ടാണല്ലോ ഈ കൂറത്തരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അമ്മയും മകളും കാണുമ്പോൾ അമ്മയ്ക്ക് സൂചനകൾ കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ സൂചനകൾ പോലും അവളെ ഡീമോട്ട് ചെയ്യും. അതുകൊണ്ട് ഡീപ്രൊമോട്ടോ അങ്ങനെ എന്തോന്നാ ചെയ്യും. അതുകൊണ്ട് പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ഭീകരമായ ആ പെൺകുട്ടികളുടെ ജീവിതത്തിന് നശിപ്പിക്കാനുള്ള ഒരു ഉത്സാഹപൂർണ്ണമായ പേക്കൂത്ത് അതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ തുണിയില്ലാതെ വന്ന് നില്ലടാ, അതാണ് ലാഭം. ആ പെൺകൊച്ചുങ്ങൾക്കും തുണി കൊടുക്കണ്ട. അതാകുമ്പോൾ പെട്ടെന്ന് ആളുകൾ കയറി കണ്ടോളും. ഇതിൽ പരം തുണി ഉരിക്കാൻ ഇനി ഒന്നുമില്ല. ജാസ്മിനൊക്കെ ഇനി പുറത്ത് എന്താണ് അവളുടെ ഒരു ലൈഫ് എന്നുള്ളതൊക്കെ വല്ലാത്തൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ആ കൊച്ചിനിത്. അവളതൊന്നും അറിയുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏകദേശമൊക്കെ അറിയുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവർക്ക് പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ നഷ്ടപ്പെടാൻ ഏറെയുള്ള പാവം വിവാഹം പോലും കഴിക്കാത്ത ജീവിതം തുടങ്ങുന്ന കുട്ടികളുടെയൊക്കെ ലൈഫ് കൊണ്ടുവച്ച് അമ്മാനമാടുന്ന ഇവനെ പോലുള്ളവരെ നാട്ടുകാർ കല്ലെറിഞ്ഞാണ് കൊല്ലേണ്ടത്. ദാറ്റ്സ് മൈ പോയിന്റ്. ഏതായാലും ശ്രീതുവിൻ്റെ അമ്മയ്ക്ക് സല്യൂട്ട്. എത്ര തന്നെ അവരെ വിലക്കിയിട്ട് അവരുടെ മകളുടെ സേഫ്റ്റി ഓർത്ത് അവർ കൃത്യമായി അവളോട് കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കാനുള്ള വിവേകം അവൾക്കും ഉണ്ടായെന്ന് തോന്നുന്നു. നേരത്തെ കിടന്നിറങ്ങിയിട്ടുണ്ട്. സോ ഇതൊക്കെ കാണുമ്പോൾ പേടിയാകുന്നു. ഇനിയുള്ള ആൾക്കാരെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കളെ കൊണ്ടുപോയി കുണ്ടിലേക്ക് തള്ളിയിടാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു
പോപ്പുലാരിറ്റി ഒന്നും ഇല്ലാത്ത ഉണ്ടാക്കി തരിക. പ്രസിദ്ധിയും കുപ്രസിദ്ധിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്ത പേരൻസ് ആയിരിക്കും അതിനകത്തേക്ക് കുട്ടികളെ കൊണ്ട് തള്ളിവിടുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ദയവ് ചെയ്ത് ചെയ്യരുത്. കാരണം ഇങ്ങനെയുള്ള ഷോ ഡയറക്ടേഴ്സ് അതിനകത്ത് ഇരിക്കുന്നിടത്തോളം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടും. ചിലരത് ഓവർകം ചെയ്യും. ജാസ്മിനൊക്കെ ചിലപ്പോൾ ഓവർകം ചെയ്യും. ചെയ്യാൻ കഴിയാത്തവർ വേറെ വല്ല പ്രവർത്തികളിലും ഏർപ്പെടും. സൂയിസൈഡ് പോലുള്ളത്. അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ്സ് ഇറ്റ്. എനിക്കിതിൻ്റെ റിവ്യൂ ചെയ്യാൻ തന്നെ താല്പര്യമില്ല. കേട്ടതുകൊണ്ട് പറഞ്ഞു, അത്രമാത്രം.